അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് അനുവാദം ചോദിക്കണം, അവരുടെ ദുആ വേണം, അവരുടെ പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിന്റെ സർവ്വ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ്. അല്ലാഹു നിനക്ക് അഭിവൃദ്ധി നൽകുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്താ? ഒന്നാമതായിട്ട് വേണം 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് അനുവാദം ചോദിക്കണം. എന്നിട്ട് റബ്ബിനോടാണ് ഒന്നാമതായ അനുവാദം ചോദിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരോടും മുശാവറ ചെയ്യൂ. കുടുംബക്കാരോട്, അറിവുള്ളവരോട് നീ മുശാവറ ചെയ്യണം. മൂന്നാമതായിട്ട് മുത്തുനബി പറയുകയാ, നീ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണേ. ഒരു സദക്ക നൽകിയിട്ട് വേണം നീ നിന്റെ നല്ല പ്രവർത്തനങ്ങൾ തുടങ്ങാൻ. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതണേ. നിന്റെ കടയിലാകട്ടെ, നിന്റെ വീടിലാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഖുർആൻ ഓതാത്ത വീടിനെ കുറിച്ച് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഖുർആൻ സൂറത്തു യാസീനെങ്കിലും ഇഖ്ലാസെങ്കിലും നീ ഒന്ന് ഓതിയിട്ട് ദുആ ചെയ്യണേ. അത് കഴിഞ്ഞാൽ വേണ്ട ഗുണമെന്തെന്നറിയുമോ? നിന്റെ വാപ്പയോട്, നിന്റെ ഉമ്മയോട്, ജീവിച്ചിരിക്കുന്നവരോട് നീ അനുവാദം ചോദിക്കൂ. അവരോട് ദുആ ചെയ്യാൻ പറ. അവരുടെ ദുആ നിനക്ക് ബർക്കത്ത് നേടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീടിൻ്റെ അകത്ത് കയറാൻ വല്ലാത്ത മടിയാ. വീട്ടിലേക്ക് പോകാൻ മടിയാട്. കാരണം സമാധാനമില്ല. ലക്ഷങ്ങൾ കൊടുത്ത് പണിതിട്ടിരിക്കുന്ന വീടിൻ്റെ അകത്ത് കയറാൻ മടിയാട്. ചെറുപ്പക്കാര് കറങ്ങി നിൽക്കുകയാണ്. 9 മണിയായി വീട്ടിൽ പോകുന്നില്ല, 10 മണിയായി വീട്ടിൽ പോകുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയുള്ളൂ. അവന് വീടിന്റെ അകത്ത് കയറാൻ സമയമില്ല. വീടിന്റെ അകത്തിരിക്കുന്ന ഭർത്താവിന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയാ മതി. കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുന്നത് എന്തിനാ? സമാധാനത്തിന് വേണ്ടിയാ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, വീട്ടിൽ സമാധാനം വേണോ? വീട്ടിൽ ബർക്കത്ത് വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ രക്തം വിയർപ്പാക്കി നീ അധ്വാനിച്ച പൈസ കൊണ്ട് പണിത നിന്റെ വീടിന്റെ അകത്ത് സമാധാനം വേണോ? അതിനകത്ത് ബർക്കത്ത് വേണോ? അതിനകത്ത് നിനക്ക് രക്ഷ വേണോ? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, ആ സഹാബിയാണ് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബിയോട് മുത്തുനബിയാണ് പറയുന്നത്, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വീട്ടിൽ സമാധാനം വേണോ? വീട്ടുകാർക്ക് അഭിവൃദ്ധി വേണോ? അല്ലാഹു നിനക്കും നിന്റെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണോ? അല്ലാഹു നിനക്കും നിന്റെ കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണോ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, യാ ബുനയ്യാ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, യാ ബുനയ്യാ, ഏ പൊന്നുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലി. വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നവര്, വീട്ടിൽ ചെന്നാ സമാധാനമില്ലെന്ന് പറയുന്നവര്, നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്ത് ലഭിക്കാനുള്ള വഴിയാണ് ലോകത്തിന്റെ നേതാവ് പറയുന്നത്. എന്തേ ചെയ്യേണ്ടതെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർക്കതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ അഹ്ലുകാരോട്, നിന്റെ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു സലാം പറഞ്ഞാ അല്ലാഹു നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏ അനസ് മോനെ,
വീട്ടിൽ പോകുമ്പോ നീ നിന്റെ വീട്ടുകാരോട് സലാം പറ. സലാം പറഞ്ഞാൽ നിനക്കും മടക്കിയ നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാം പറയാൻ മടി കാണിക്കരുത്. സലാം പറയാൻ മടി കാണിക്കരുത്. ആ പറയുന്നതിലൂടെ അല്ലാഹു നിന്റെ വീട്ടിൽ ബറക്കത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്നു ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലൻ നാസി ബില്ലാഹ് മൻ ബദഅഹും ബിസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ സാമീപ്യം വേണോ, അല്ലാഹുവിലേക്ക് അടുക്കണോ, അല്ലാഹുവിന്റെ സ്നേഹം വേണോ, അല്ലാഹുവിന്റെ സ്നേഹം വേണോ, അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? ആരെങ്കിലും ആദ്യമാരാണോ സലാം പറയുന്നത്, അവൻ അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, വീട്ടിൽ ബറക്കത്ത് വേണമെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും നീ സലാം പറയണം. അവർ സലാം മടക്കണം. എങ്കിൽ നിനക്കും നിന്റെ കുടുംബത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാം പറയണം. ഇനി നിന്റെ വീട്ടിൽ ആരുമില്ല, നിന്റെ കടയിൽ എവിടെ പോയാലും സലാം പറയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടിൽ ആരുമില്ല, അടച്ചിട്ടിരിക്കുക, എങ്കിലും വീട്ടിൽ പോകുമ്പോൾ പറയണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ പറയണം. കടയിലേക്ക് പോകുന്നു, ഷട്ടർ തുറക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് നീ വാതിൽ അങ്ങോട്ട് തുറക്കുന്ന സമയത്ത് പറയണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആരൊക്കെ കാണും ഇവിടെ? ഒന്നുമില്ലെങ്കിലും മലക്കുകളെങ്കിലും കാണൂലേ ചങ്ങാതി? മലക്കുകളെങ്കിലും കാണൂലേ? നീ നിന്റെ കടയിലേക്കാകട്ടെ, നിന്റെ വാഹനത്തിലേക്കാകട്ടെ, എവിടെ പോകുമ്പോഴും നീ സലാം പറ. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് സലാം പറയല്ലേ? സലാമിന്റെ മഹത്വം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് സമയമില്ല, പെട്ടെന്ന് നിർത്താം. സലാം പറയില്ലേ? പറ. വീട്ടിലേക്ക് പോ, ഒരു നാണക്കേടും വേണ്ട. മക്കളോടും ഭാര്യയോടും സലാം പറ. സലാം പറയാൻ പഠിപ്പിക്ക്. ആദ്യം ഫോൺ വന്നാൽ ഹലോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ്, അതാണല്ലോ ഹലോ അല്ല, സലാം പറഞ്ഞു പഠിക്കുക സഹോദരങ്ങളെ. ആരാപ്പ സലാം പറയുന്നത്? ഫോൺ വിളിക്കുമ്പോൾ സലാം പറയുന്നവർ വളരെ കുറവാണ്. സലാം പറ. ഭാര്യയോട്, മക്കളോട്, എല്ലാവരോടും സലാം പറഞ്ഞ ആ ഒരു നല്ല ശീലമുണ്ടാക്കിയെടുക്ക്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ആറാമത്തെ കാര്യം ബർക്കത്ത് ലഭിക്കാൻ 2 കാര്യം കൂടെ പഠിച്ചിട്ട് നമുക്ക് പിരിയാം. ബർക്കത്ത് ലഭിക്കാനുള്ള അടുത്ത 7ാമത്തെ വഴി എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അള്ളാഹുവിന് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വീടുകളുണ്ട്. ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ചില ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങളിൽ ഒരു വീട് ഏതെന്നറിയുമോ? ബർക്കത്ത് വലിച്ചു കൊണ്ടുവരുന്ന ഒരു നല്ല കാര്യം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇജ്തമിഉ അലാ തഖാബുകും ഉദ്കുറു ഇസ്മല്ലാഹി അലൈഹി. അല്ലാഹുവേ, മുത്തുനബി പറയുകയാ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, ഭാര്യയും മക്കളും കൂടപ്പിറപ്പുകളും എല്ലാവരും കൂടെ ഒരു പാത്രത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. റസൂലുള്ള പറയുകയാ, ഈ പായിപ്പാട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. ഒരു പാത്രത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടുകാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എന്താ ഒരു പാത്രത്തിൽ ഒരു കട്ടിലിൽ കിടക്കാം, ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കാം, ഒരു ബൈക്കിന്റെ പുറകിലിരുത്തി യാത്ര ചെയ്യിപ്പിക്കാം. കാന അടിക്കാൻ പറ്റുന്നില്ല എന്നലച്ചിക്ക്. അവിടെയാണ് പോരായ്മ. എന്റെ പ്രിയപ്പെട്ട, എന്തേ പറ്റാത്ത സഖി എന്താ പറയാ? ഭാര്യക്ക് എന്താ പറയാ? കൂടെ സഖിന്നോ? ഭാര്യ സഖി അല്ലേ? വീടിന്റെ വിളക്കാണ് ഭാര്യ. പൂമുഖ വാതുക്കൽ
സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നാ കേട്ടോ? മതി ഇങ്ങോട്ട് സമയമില്ല. ഇങ്ങോട്ട് നോക്ക്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഈ പായിപ്പാട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം 4 ഭവനങ്ങളാ ഉള്ളത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 4 ഭവനം ഭൂമിയിലുണ്ട്. ആ 4 ഒരെണ്ണം ഏത് വീടിന്റെ അകത്താണോ ഭാര്യയും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. 2, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാ, ജീവിതത്തിൽ വലുതും ചെറുതുമായി ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വല്ല കണക്കുമുണ്ടോ വാപ്പാ? എന്റെ പൊന്നു സഹോദര, ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങളെ കുറിച്ച് നിനക്ക് വല്ല ഓർമ്മയുമുണ്ടോ? നിന്റെ ഭാര്യയുടെ കൂടെ അല്ലാഹുവേ ഒരു പാത്രത്തിന്റെ അകത്ത് കൈയിട്ട് ഭക്ഷണം വാരിക്കഴിക്കുമ്പോ ആ വാരിക്കഴിക്കുന്ന കൈയിലൂടെ നിന്റെ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 3ാമത്തെ പ്രതിഫലം കേട്ട് 1 ബർക്കത്തുണ്ടാകും, 2 അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്, 3 ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. 4ാമത്തെ പ്രതിഫലം കേക്ക്, ഭാര്യയും മക്കളും കൂടെ ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടവാ, പടച്ചവന്റെ കാരുണ്യത്തിന്റെ നോട്ടവാ. പടച്ചവൻ എന്ത് സന്തോഷമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിന് അത്രയും വലിയ വിലയാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, തലാഖ് പറയുമ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുമെന്നാ. അല്ലാഹുവിന്റെ സിംഹാസനം ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ തലാഖ് പറയുമ്പോ, അത് എന്ത് വിഷയത്തിലാകട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കുമ്പോ, തലാഖ് പറയുമ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടിന്റെ അകത്തേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടവാ. അല്ലാഹു നോക്കിയാ രക്ഷപ്പെട്ടില്ലേ? ആ കുടുംബം രക്ഷപ്പെട്ടില്ലേ? അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടുന്ന വീട് രക്ഷപ്പെട്ടില്ലേ? അത് സ്വർഗ്ഗവാ മോനെ, അത് കൊട്ടാരം പോലെയുള്ള വീടുകളല്ല. ഈ പായിപ്പാട് ഓലസെട്ടിന്റെ അകത്ത് കിടക്കുന്ന വീട് അവരൊരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചപ്പോൾ ആ കൂര സ്വർഗമായി, ആ കൂരയിൽ സമാധാനമായി, അവിടെ സന്തോഷമായി. അവർ സ്വർഗത്തിലും ഒരുമിച്ച്, ഇവിടെയും ഒരുമിച്ച്, നാളെ സ്വർഗത്തിലും ഒരുമിച്ച്, ഇതുപോലെ സ്വർഗത്തിലും അവർ ഒരുമിച്ചിരിക്കുമെന്ന് ഖുർആനല്ലേ പറഞ്ഞത്. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വീടിന്റെ അകത്ത് ബറക്കത്ത് വേണോ? വീടിന്റെ അകത്ത് സമാധാനം വേണോ? നിന്റെ വീട് സ്വർഗമാകണോ? അല്ലാഹ് ഇഷ്ടപ്പെട്ട ഭവനമാകണോ? ഒന്ന് വീട്ടിലേക്ക് പോകുമ്പോ വീട്ടുകാരോട് സലാം പറ. 2
ഒരു പാത്രത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മുടെ വീട് നരകമാകാ, നമ്മുടെ വീട് നാശമാകാ, നമ്മുടെ വീട് ഇടുങ്ങിയതാകാ, എല്ലാ റഹ്മത്തും എല്ലാ അനുഗ്രഹങ്ങളും കെട്ടുപോകാനുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്തുകൊണ്ടാണ് നമ്മുടെ വീട് നശിച്ചു പോയത്, നമ്മുടെ വീട്ടിലെ സമാധാനം പോയത്, നമ്മുടെ വീട്ടിൽ ഇടുക്കം വന്നത്? അല്ലാഹു നമ്മളെ ഇത്രയും തകർക്കാനുള്ള കാരണം എന്താണെന്ന് പഠിച്ചോ? നമ്മുടെ വീടിന്റെ അകത്ത് ഇത്രയും വലിയ ഒരു പ്രയാസം അല്ലാഹു തരാനുള്ള കാരണം എന്താ? ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഇദാ സഖതതുൽ ലുഖമതു അഹദികും, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, പഠിക്ക് ചെറുപ്പക്കാരാ, എന്റെ ഉപ്പമാരെ, എത്ര കിട്ടിയിട്ടും നിനക്ക് തികയാത്തതിന്റെ കാരണം എന്തേ? നിന്റെ വീടിന്റെ അകത്ത് തിന്നിട്ട് വയറ് നിറയാത്തതിന്റെ കാരണം, നിന്റെ വീടിന്റെ അകത്ത് സമാധാനം പോയത്, നിന്റെ വീടിന്റെ അകത്ത് സന്തോഷം പോയത് എന്തേ? അല്ലാഹു നിന്നെ ഇത്ര ഞെരുക്കിയതെന്നറിയുവോ? അല്ലാഹു നിനക്ക് ഇത്രയും വലിയ ശിക്ഷ തരാനുള്ള കാരണമെന്താ? റസൂലുള്ളാഹി പറയുകയാ, താഴെ വീണ ഭക്ഷണമുണ്ടല്ലോ, താഴെ വീണ ഭക്ഷണമുണ്ടല്ലോ, അതിനെ നീ അവഗണിച്ചത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നീ നിസ്കരിക്കാത്തത് കൊണ്ട് മാത്രമല്ല, നീ സദഖ കൊടുക്കാത്തത് കൊണ്ട് മാത്രമല്ല, നീ പാപം ചെയ്തത് മാത്രം കൊണ്ടല്ല, നിന്റെ വീടിന്റെ അകത്ത് ഭക്ഷണം കഴിക്കുമ്പോ ആ താഴെ വീണ ഭക്ഷണത്തിനെ നീ അല്ലാഹുവേ നിസാരമാക്കി കളഞ്ഞില്ലേ, അതിനെ നീ അവഹേളിച്ചില്ലേ, അതിനെ നീ അവഹേളിച്ചില്ലേ? അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ ഇത്, അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാണ് ഇത്, ഞാൻ പറഞ്ഞതല്ല. ഇമാം ബുഖാരി തങ്ങൾ പറയുന്നു, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, താഴെ ഭക്ഷണം കിടക്കുകയാണ്, കുറച്ചു ഭക്ഷണം താഴെ കിടക്കുകയാണ്. മുത്തുനബിയുടെ മുഖമങ്ങ് വല്ലാതെ വിയർക്കുകയാണ്, മുഖമൊക്കെ മാറി പ്രവാചകന് ദേഷ്യമായി. റസൂലുള്ളാഹി തങ്ങളുടെ മുഖമങ്ങ് വിവർണമാവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, അല്ലാഹു നിനക്ക് നൽകിയ റഹ്മത്താണ് ഭക്ഷണം, അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണ് ഭക്ഷണം. ആ ഭക്ഷണം താഴെ കിടക്കുന്നു ആയിഷ, അതെടുത്ത് കഴിക്കുക ആയിഷ, അതിനെ നിസാരമാക്കല്ലേ ആയിഷ, അതിനെ അവഹേളിക്കല്ല ആയിഷ, അതിനെ നിസാരമായി കാണല്ല ആയിഷ. അല്ലാഹു നിനക്ക് അദാബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹു നൽകിയ റഹ്മത്താണ് ഭക്ഷണം. ഇതില്ലാത്ത എത്രയോ പാപങ്ങളുണ്ട്. പടച്ചവനെ കഴിക്കാനില്ലാത്തവർ, എന്തേ മറന്നുപോയത്? ഭക്ഷണം കൊണ്ട് കമത്തി കളയുന്നവർ, വാരിക്കോരി വെറുതെ കളയുന്നവർ, ഈ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് കഴിക്കാനില്ലാതെ ഒരു ബ്രെഡെങ്കിലും കിട്ടാൻ, ഒരു പഴമെങ്കിലും കിട്ടാൻ കാത്തു കിടന്ന ഒരു കാലമുണ്ടായിരുന്നു. നീ മറന്നു പോകരുത്. അല്ലാഹു നിനക്ക് എല്ലാവരുടെ വീട്ടിലും അഭിവൃദ്ധി, എല്ലാവർക്കും അല്ലാഹു സമ്പത്ത് കൊടുത്തു. നിന്റെ വീടിന്റെ അകത്ത് ദാരിദ്ര്യം വരാനുള്ള കാരണമെന്ത്? നിന്റെ വീടിന്റെ അകത്ത് മാത്രം ദാരിദ്ര്യം വരാൻ എന്തേ? നിനക്ക് മാത്രം അല്ലാഹു ഇത്ര ദാരിദ്ര്യം തന്നത്? അത് താഴെ വീണ ഭക്ഷണത്തിന് നീ അവഹേളിച്ചതിന് അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലേ? താഴെ വീണ ഭക്ഷണം നിനക്ക് നിസാരമായി പോയി. എന്നാ ഈ അന്നം തന്നതാരാ? അല്ലാഹ്. ഈ അന്നം തന്നതാരാ? അല്ലാഹ്. അതിനകത്ത് അതുകൊണ്ടാ പറഞ്ഞത്, എടാ ചങ്ങാതി, ഏറ്റവും കൂടുതൽ ബറക്കത്ത് താഴെ വീണ് കിടക്കുന്ന ഭക്ഷണം. രണ്ട് കാര്യങ്ങളിലാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം. ഒന്ന്, താഴെ വീണ് കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്. രണ്ട്, ഭക്ഷണം തീരാറാകുമ്പോൾ, ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു, പിന്നെ പാത്രത്തിലിരിക്കണ ഭക്ഷണം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് വാരി കളയല.
അത് വാരിക്കളയും. അതുകൊണ്ടാണ് ചില മഹാന്മാര് അവസാനം പാത്രം ഇങ്ങനെ കഴുകണ്ട നക്കി തുടച്ചെടുക്കും. ചില മഹാന്മാര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവസാനം ഇങ്ങനെ തുടച്ചെടുക്കാം. എല്ലാവരും പോയതിനു ശേഷം ചിലരൊക്കെ കല്യാണ വീട്ടിൽ പോയിട്ട് ഇല നക്കുമ്പോൾ വിചാരിക്കും കൊതിയൻ, അയ്യോ അല്ലാ പട്ടിണി കിടന്നിട്ട്. നമ്മളെങ്ങനെ ചിന്തിക്കും? അതിലാണ് ബർക്കത്തിരിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ആ താഴെ കിടക്കണ ഭക്ഷണം അല്ലാഹു നിനക്ക് നൽകിയ റഹ്മത്ത, അതിനെ നീ നിന്നെ നിസാരമാക്കിയ അല്ലാഹു തന്ന നിഅമത്തിനെ നിസാരമാക്കിയപ്പോൾ ലൈൻ ശക്കർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചപ്പോൾ അള്ളാഹു നമ്മളെ അങ്ങ് പിടിക്കാൻ തീരുമാനിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. എന്നിട്ട് പറഞ്ഞു, താഴെ വീണ ഭക്ഷണം നിങ്ങൾ അതെടുത്ത് കഴിക്ക്, നിങ്ങൾ ശൈത്താനിന് ഭക്ഷണം കൊടുക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, താഴെ വീണ ഭക്ഷണം നിങ്ങൾ എടുത്ത് കഴിക്ക്. മുത്തുനബി പറയുകയാ, വലാ യദ്ഖു ശയാതീൻ, നിങ്ങൾ ശൈത്താന് ഭക്ഷണം കൊടുക്കല്ലേ, ഇബ്ലീസിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ബറക്കത്ത് നമുക്കുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, നമുക്ക് സമാധാനമുണ്ടാകാൻ, അള്ളാഹു തന്നതിൽ മുഴുവനും ബറക്കത്തും സ്ഥിരതയും കിട്ടാൻ ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള വഴിയാണ് പറയുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ. താഴെ വീണ ഭക്ഷണത്തെ നിങ്ങൾ നിസാരമാക്കരുത്. അത് നിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണ്. അള്ളാന്റെ അദാബ് വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്, അള്ളാന്റെ ശിക്ഷ വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് നീ അതിനെ വല്ലാതെ ശ്രദ്ധിക്കണേ. ഇനിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പല പാത്രങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് മക്കൾക്കൊരു പാത്രം, അമ്മയ്ക്കൊരു പാത്രം, വാപ്പയ്ക്കൊരു പാത്രം, ചെറിയ മക്കൾ ഭക്ഷണം കഴിച്ചു പകുതിയിലിട്ടിട്ട് പോകും. ഉമ്മ അതുകൊണ്ട് പോയി തട്ടുകയാ. എന്നിട്ട് ഉമ്മ പറയുന്നു, മക്കള് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന്. വാപ്പാ, ഒരു വലിയ പാത്രം വാങ്ങൂ, ഒരു വലിയ പാത്രം വാങ്ങൂ. എന്നിട്ട് എല്ലാവരും കൂടെ ഭക്ഷണം അതിനകത്തിട്ടിട്ട് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ 4 സൈഡിൽ ഇരുന്നിട്ട് വാരി കഴിക്കൂ. വാപ്പാ, ജീവിതമെന്ത് സന്തോഷമെന്നറിയോ, ജീവിതമെന്ത് സമാധാനമെന്നറിയുമോ? നിങ്ങൾ അവിടെ ഇരുന്നാണ് കുടുംബക്കാര്യം ചർച്ച ചെയ്യേണ്ടത്. അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയം മനസ്സ് തുറക്ക് സഹോദരാ. അവിടെ ഇരുന്നു കൊണ്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. നിങ്ങൾ ബിസ്മി പറയാ മറക്കല്ലേ. ഭക്ഷണം താഴെ വീണു പോയാ പടച്ചവനെ ആ ഭക്ഷണം എടുത്ത് പാത്രത്തിലേക്ക് ഇടത് കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കി പാത്രത്തിലിട്ട് കഴിക്കൂ. പടച്ചവനെ, നമ്മുടെ വാപ്പമാര്, നമ്മുടെ ഉപ്പാപ്പമാര്, പണ്ടത്തെ തലമുറ എങ്ങനെയായിരുന്നു, പണ്ടത്തെ പെണ്ണുങ്ങളും അങ്ങനെയായിരുന്നു. ഏതു പട്ടിണിയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാറുള്ള കാരണമെന്താ? വീടിന്റെ അകത്ത് അല്ലാഹുവേ ഇന്ന് ചിക്കനും മട്ടനും മന്തിയൊന്നുമില്ലല്ലോ. ആകെയുള്ളത് കഞ്ഞിയും പയറാണെങ്കിലും, ആകെ ഉള്ളത് കഞ്ഞിയും പയറാണെങ്കിലും അല്ലാഹുവേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണമെങ്ങാണം താഴെ വീണ ഉമ്മ ഇടത് കൈ കൊണ്ടെടുത്ത് പാത്രത്തിലിട്ട് തന്നിട്ട് പറയും, മോനെ, ഇത് വാപ്പാടെ രക്തം വിയർപ്പാക്കിയതാ, നിന്റെ ഉപ്പ കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്നതാ, കളയല്ലേ മോനെ, ഇത് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. നമ്മുടെ ഉമ്മ പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ ഇന്ന് നമ്മളത് മറന്നുപോയപ്പോ അള്ളാഹു നമ്മുടെ റഹ്മത്തെടുത്തു മാറ്റി, അള്ളാഹു നമുക്ക് ബറക്കത്തെടുത്തു മാറ്റി. നമ്മുടെ ജീവിതത്തിൽ തിന്നാലും വയറ് നിറയാൻ പറ്റാത്തൊരവസ്ഥ എത്തിയത് ഈ ഒറ്റ ഒരു കാര്യം നമ്മൾ നിസാരമാക്കിയത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിസാരമാക്കല്ലേ. ഏതൊരു കാര്യത്തെയും നീ നിസാരവൽക്കരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് നാശമുണ്ടായത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഭക്ഷണം കഴിക്കുമ്പോ മാത്രമല്ല, ഭക്ഷണം ബാക്കി വന്നാലും കളയാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭക്ഷണം ബാക്കി വന്നാലും എന്ത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, തഴവ ഉസ്താദ് പറയുന്നുണ്ട്, വീട്ടിൽ നീ കോഴിയെ വളർത്താൻ. മഹാനായ തഴവ ഉസ്താദ് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കോഴിയെ വളർത്ത്, അതിന് കൊടുത്ത സദക്കയുടെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ
അല്ലേ? ബാക്കി വരുന്നത് കൊണ്ടുപോയിട്ട് കോഴിക്ക് കൊടുത്താൽ പോലും ആ കോഴി തിന്നാ പ്രതിഫലമുണ്ട് സഹോദര. അതിന് പോലും സദക്കയുടെ കൂലി അള്ളാഹു നമുക്ക് തരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ പറഞ്ഞ കാര്യങ്ങൾ 10 കാര്യങ്ങളുണ്ട്, പക്ഷേ 7 എണ്ണമായി ഇൻഷാ അല്ലാഹ്. സമയത്തിൻ്റെ കുറവ് കാരണം എനിക്ക് നാളെ സുബഹി നിസ്കരിക്കേണ്ടതുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് പറയുന്നതിൽ കാര്യമില്ല. പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലാണ് കാര്യം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.